കഴിഞ്ഞ 11 വർഷത്തെ പശ്ചാത്തല വികസനം സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കിയതായി കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. നഗരവാസികളുടെ ഗതാഗതവും ദൈനംദിന യാത്രയും സുഗമമായി. പശ്ചാത്തല വികസനം രാജ്യത്തെ ബഹുദൂരമാണ് മുന്നോട്ട് നയിച്ചത് എന്നും അവകാശപ്പെടുന്നു. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. ഈ വിശാലമായ ദർശനമാണ് തൻ്റെ സർക്കാരിൻ്റെ മുഖമുദ്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. എല്ലാ ഇന്ത്യക്കാരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായുള്ള ദൃഢനിശ്ചയം കൂടിയാണ് ഈ മുദ്രാവാക്യത്തിൽ വ്യക്തമാകുന്നത്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ആക്ട് 2016 സർക്കാർ നടപ്പിലാക്കി. വീട് വാങ്ങുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നിയമമാണിത്. ജനങ്ങളുടെ സമ്പാദ്യത്തിന് അങ്ങനെ സുരക്ഷ ഉറപ്പാക്കുന്നു. 23 നഗരങ്ങളിലാണ് ഇപ്പോൾ മെട്രോ റെയിൽ സൗകര്യം ഉള്ളത്. 2014 5 നഗരങ്ങളിൽ മാത്രമാണ് മെട്രോ സംവിധാനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 6ാം വർഷത്തിലെത്തി നിൽക്കുന്ന ഉഡേ ദേശ് കാ ആം നാഗരിക് പദ്ധതി വിമാനയാത്ര സാധാരണക്കാർക്ക് താങ്ങാവുന്നതും സൗകര്യപ്രദവുമാക്കി. ഉഡാൻ പദ്ധതിക്ക് കീഴിൽ 1.51 കോടിയിലധികം ആളുകൾ താങ്ങാവുന്ന വിലയിൽ വിമാനയാത്ര നടത്തി. ഇത് നിരവധി ടയർ 2, ടയർ 3 നഗരങ്ങളിലേക്ക് വ്യോമഗതാഗതം സാധ്യമാക്കി. സാധാരണക്കാർക്കും വിമാനയാത്ര ചെയ്യാം എന്ന സാഹചര്യമായി. പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങളുടെ എണ്ണം 2014 74 ആയിരുന്നു. 2024 അത് 159 അതായത് എണ്ണം ഇരട്ടിയായി. നിരവധി നഗരങ്ങളിലായി റെക്കോർഡ് വേഗതയിൽ മെട്രോ റെയിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകി, കമ്മീഷൻ ചെയ്തു. 6862 ഇലക്ട്രിക് ബസ്സുകൾ അനുവദിച്ചു. ഫെയിം 2 പദ്ധതി പ്രകാരം ഇപ്പോൾ രാജ്യത്തുടനീളം ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിച്ചിട്ടുണ്ട്. ആളുകളിപ്പോൾ സ്വകാര്യ വാഹനത്തിൽ നിന്ന് പൊതുഗതാഗതത്തിലേക്ക് മാറിയിരിക്കുന്നു. സുഖസൗകര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഗണ്യമായി ലാഭം നേടുന്നു. ഇന്റർനെറ്റ് ഡാറ്റയുടെ വില 97% കുറഞ്ഞു. ഇന്റർനെറ്റ് കണക്ഷനുകളിൽ ഇന്ത്യ 285.77% വളർച്ച രേഖപ്പെടുത്തി. ഭാരത് നെറ്റ് പദ്ധതി ഒപ്റ്റിക്കൽ ഫൈബർ വഴി ബന്ധിപ്പിച്ചത് 2.14 ലക്ഷം പഞ്ചായത്തുകളെയാണ്. ഇന്ന് ശരാശരി ഇന്ത്യക്കാരൻ്റെ ജീവിതം കൂടുതൽ സുഗമമാണ്, ആയാസരഹിതമാണ്. മാറുന്ന ഇന്ത്യയുടെ മുഖമാണ് നമ്മുടെ നഗരങ്ങളിൽ ദൃശ്യമാകുന്നത്, അതും ലോകോത്തര നിലവാരത്തിൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.